ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അല്പം കഠിനമായി തോന്നിയാലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഏതെങ്കിലും കഠിനമായ സാഹചര്യം വരുമ്പോൾ നിങ്ങളത് മാക്സിമം ഈ കണക്ക് എഴുതുന്ന പോലെയാണ് മക്കളെ. കണക്കെഴുതിയാലുള്ള ഗുണം എന്താ? കണക്ക് പരീക്ഷ എഴുതുമ്പോൾ എന്താ ഗുണം? അത് ഉത്തരം തെറ്റാണെങ്കിലും വഴികൾക്ക് മാർക്ക് കിട്ടും, ഇല്ലേ? ഇതുപോലെ വചനവും ഉത്തരം ചിലപ്പോൾ തെറ്റാവും. ഇപ്പോൾ ഒരു 20 മാർക്കിൻ്റെ ചോദ്യം, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്, പക്ഷെ അത് 20 മാർക്കും പോകത്തില്ല. എന്ത് കിട്ടും? നിങ്ങൾക്കൊരു 16 മാർക്ക് കിട്ടും, 4 മാർക്കേ പോകത്തുള്ളൂ വഴി ശരിയാണെങ്കിൽ. വചനവും ഇതുപോലെയാണ്. വചനം സിമ്പിളാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ പ്രോസസ് ടൈമിൽ എവിടെയെല്ലാം നിങ്ങൾ ക്രിസ്തു വിഹിതമായ കാഴ്ചപ്പാട് സമീപനം കൈവരിച്ചോ അതെല്ലാം വഴികളാണ്, എല്ലാം മാർക്ക് കിട്ടും. അല്ല നിങ്ങൾ വിചാരിക്കുന്നത്, അയ്യോ ഇത് കഠിനമാണല്ലോ, ഇത് എങ്ങനെയാണ് ഞാൻ പാലിക്കണത്? എൻ്റെ മക്കളെ, എടുക്കണ ഓരോ സ്റ്റെപ്പിനും മാർക്ക് കിട്ടിയിരിക്കും. കർത്താവ് എന്നോട് നേരിട്ട് പറയണ കാര്യങ്ങളാണ് നിങ്ങളോട് പറയണത്. ഇതെനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു, അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ പാടിയപ്പോഴേ കർത്താവ് എനിക്ക് തന്നതാണ്. ഇതുകൂടി പറയാൻ പറഞ്ഞു. ഞാൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഇത് നിങ്ങൾ തോറ്റു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഈ പരീക്ഷ നിങ്ങൾ തോറ്റു പോകണമെന്ന് വിചാരിച്ചോ, എന്നാലും മക്കൾ അറ്റൻഡ് ചെയ്യണം. വഴിക്ക് മാർക്കുണ്ട്. ശ്രദ്ധിക്കട്ടെ. എന്തുകൊണ്ടാണ് വചനപാലന ജീവിതത്തിലെ വഴിക്ക് മാർക്കുണ്ടെന്ന് പറയാൻ കാരണം എന്താ? അതിൻ്റെ കാരണം നിസ്സാരമാണ്. ഇപ്പം ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെ സഹികെട്ട് ഒരു തന്തയ്ക്ക് വിളിച്ചെന്ന് വിചാരിച്ചാരെങ്കിലും, അപ്പോൾ ഇപ്പം തന്നെ പോയി വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതേ. അതായത് ചില കണ്ടാമൃഗങ്ങളോട് നമുക്ക് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തിന്മ നടക്കാതിരിക്കാനെങ്കിലും ചില ആൾക്കാർ വിളിച്ചു പോവില്ല. എൻ്റെ മക്കൾക്ക് വിളിച്ച് പോകണമെന്ന് വിചാരിച്ചോ, പക്ഷേ വിളിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റാതെ വന്നാൽ അത് കൗണ്ടാവും. നിങ്ങളുടെ സംയമനം കൊണ്ടേ നിങ്ങൾ വിളിച്ചില്ല. നിങ്ങൾക്ക് നല്ല ആ സമയത്ത് ഇത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലാഞ്ഞ സമയമാണ്, ഭക്ഷണം കൊണ്ട സമയമാണ്, സന്തോഷമായിരിക്കുന്ന സമയമാണ്, ക്ഷമിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു കാര്യം പറയണം. നമ്മുടെ പ്രാർത്ഥന എന്താണ്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതാണ് വചനം. നമുക്ക് ആദ്യമേ ഇവിടെ അൾത്താറ വന്നപ്പോൾ തന്ന വചനമാണ്. അല്ല, ഞാൻ അവിടുന്ന് പഠിച്ചുകൊണ്ട് വന്നതല്ല. ഇവിടെ വന്ന് കയറിയപ്പോഴും എന്നോട് പറഞ്ഞത്, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ഈ അഭിഷേക പ്രാർത്ഥന ആവർത്തിച്ച് ചെല്ലാൻ ആണ്. അവിടുന്ന് ഇത്രയും കാര്യങ്ങൾ എൻ്റെ തോണ്ടോന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴെന്താ പറയണത്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന്. നമുക്ക് ഒരു ദിവസമേ മഹത്വപ്പെടുത്താൻ പറ്റുള്ളെങ്കിൽ അത് മതി. 2ാമത്തെ ദിവസം നിങ്ങൾ വീണ് പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്താണ് വഴി? ഇതാണ് വഴിയെന്ന് പറയണത്. നിങ്ങൾ ഒത്തിരിയേറെ ക്ഷമയുടെ വഴികളിൽ എവിടെയെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ എങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അത് വഴിയാണ്, അത് കൗണ്ടാവും, അത് നിങ്ങൾക്ക് ടോക്കണാകും. സ്വർഗത്തിൻ്റെ കണ്ടവന് എന്താ കാരണം കർത്താവ് പറഞ്ഞത്? ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എൻ്റെ നാമത്തിൽ. കണ്ട വചനം എന്നെ വരവേണ്ടില്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 10:42. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ ചെറിയ കുഞ്ഞു കാര്യമാണെങ്കിലും കൗണ്ട് ആവുന്നതിൻ്റെ അർത്ഥം അല്ലേ? വലിയ ഉത്തരത്തിന് മാത്രമല്ല, ചെറിയ ആ വഴികൾക്കെല്ലാം മാർക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, തിന്മയെ പാപത്തെ തള്ളി കൊണ്ടുപോവുക. മാക്സിമം ചെയ്യാതെ തിന്മയെ പാപത്തെ നീക്കി ചെയ്യാതെ പറയാതെ മുന്നോട്ട് നീക്കി കൊണ്ടുപോവുക. അതിനിടയ്ക്ക് വരുന്ന ഓരോ ദിവസവും കൗണ്ടഡാണ്. അതിൻ്റെ ഓരോ ദിവസവും നീ തിന്മ ചെയ്യാത്ത
നീ സമീപനം പാലിച്ച കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ വചനം കേട്ട ദിവസമാണ്. അത് ടോക്കൺ ദിവസങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നത്, അതായത് തിന്മ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്, തിന്മ പറയേണ്ട കാര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. എങ്കിലും നമ്മൾ പറയാതെ ക്ഷമിച്ച് സഹിച്ച് തള്ളിക്കൊണ്ടുപോകുന്ന സമയമില്ലേ, നമ്മൾ ആരെ തള്ളണമെന്നറിയാമോ? സാത്താനാണ് പുറന്തള്ളണത്. സാത്താനെ പുറന്തള്ളുന്നത് നമുക്ക് ആയുസ് തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അല്ലേ? നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് മണിക്കൂറുകൾ. അപ്പം നിങ്ങൾ തിന്മ ചെയ്യാതെ തള്ളിക്കൊണ്ടു പോകുന്ന അവസരങ്ങൾ എല്ലാം കൗണ്ടഡ് ആയി പോകും. നിങ്ങളെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി പോകും, സ്വർഗത്തിലുള്ള നിക്ഷേപമായി പോകും. നമ്മുടെ സബ്ജക്റ്റ് അതല്ലേ, ദൈവത്തിൻ്റെ മഹത്വമായി പോകും. എവിടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടും. തിന്മ ചെയ്യാതെ കൊണ്ടുപോവുകയും തിന്മ ചെയ്യാതെ നമ്മൾ തിന്മ പറയാതെ തള്ളിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പുറന്തള്ളുന്നത് ആരെയാണ്? സാത്താനെയാണ് പുറന്തള്ളുന്നത്. സാത്താനെ പുറന്തള്ളുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താനെ പുറന്തള്ളണം എന്താ? അപ്പോഴേ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കുന്നത്. 10:18 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാന്റെ സുവിശേഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 17 തൊട്ട് എടുത്തോളാം. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 10:17-18 തിരുവചനങ്ങൾ. ലൂക്ക 10:17-18 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ആ തിന്മയുടെ ദിവസങ്ങളെ, തിന്മയുടെ വാക്കുകള് നമുക്ക് നിശ്ചയമായും പറയണമായിരുന്ന തിന്മയുടെ വാക്കുകള്, തിന്മയുടെ ചെയ്തികള് ചെയ്യാതെ പറയാതെ കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താൻ ഇടിമിന്നൽ പോലെ താഴേക്ക് നിബദിക്കുന്നു. അതിനാണ് ഈശോ പറഞ്ഞ വാക്ക് സാത്താൻ പുറന്തള്ളപ്പെടുന്നതെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ലോകത്തിന്റെ അധികാരി എന്ന് പറയുമ്പോഴേ പണ്ട് സാത്താൻ ഈശോയോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈശോയോട് എന്നാ സാത്താൻ പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണെന്ന് പറഞ്ഞില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. യേശുവേ ആരാധന. ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താനൊരു ഫോസ്കിൽ പറഞ്ഞതാണ്. വചനത്തിനാണ് ലൂക്ക 4:6. എന്താണ് സാത്താൻ ഈശോയോട് പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണ്, ഇത് ഞാൻ നിനക്ക് തരാം. എപ്പോഴാണ്? അവനെ ആരാധിക്കുമ്പോഴേ. അപ്പം അതിന് ഈശോ എന്താ മറുപടി പറഞ്ഞ് നമുക്കറിയാം. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. സാത്താനെ പുറന്തള്ളുക എന്നുള്ളതൊരു ആശയപരമായ വിഷയമല്ല, അത് പ്രായോഗികമായ നടപടിയാണ്. സാത്താനെ പുറന്തള്ളുക എന്ന് പറയുന്നത് ആശയപരമായ ഒരു സുവിശേഷമല്ല, അത് പ്രായോഗികമായ ഒരു നടപടിയാണ്. എന്താ? നമ്മൾ തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാതെ, തിന്മ പറയാൻ അവസരം ഉണ്ടായിട്ടും പറയാതെ നമ്മൾ കൊണ്ടുപോകുന്ന ഓരോ സമയവും നമ്മൾ ചെയ്യണത് എന്താണ്? 12:31. സാത്താൻ
പുറന്തള്ളപ്പെടുകയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. സാത്താനെ പുറന്തള്ളുക എന്നുള്ളത് 12:31. സാത്താനെ പുറന്തള്ളുന്നത് ഉടമ്പടിയുടെ ഭാഗമാണ്. ഒരു ദിവസമാണ് നീ തള്ളിയെങ്കിൽ നിനക്കൊരു ടോക്കണാണ്. 2 ദിവസം തള്ളിയാൽ നിനക്ക് 2 ടോക്കണാണ്. അതായത് ഇങ്ങനെ തിന്മ ചെയ്യാൻ നമുക്ക് എല്ലാവിധ അവസരങ്ങളും ഉണ്ടായിട്ടും, തിന്മ പറയാൻ അവസരമുണ്ടായിട്ടും നമ്മൾ കർത്താവിനെ പ്രതി നമ്മൾ തള്ളി കൊണ്ടുപോവുകയാണ്. നമ്മൾ ആരുടെ തള്ളണത്? സാത്താനെ തള്ളുകയാണ് അല്ലേ? സാത്താനെ തള്ളി, തിന്മയെ തള്ളി പുറന്തള്ളുന്നത് ആരുടെ നാമത്തിലാണ്? അപ്പോഴെന്താ സംഭവിക്കണത്? ദൈവനാമത്തിന്റെ മഹത്വം. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചെയ്യാമായിരുന്ന കള്ളത്തരം, ചെയ്യാമായിരുന്ന തിന്മകൾ ചെയ്യാതെ ഓരോ ദിവസവും ക്രിസ്തുവിനെ പോലെ നമ്മൾ തള്ളി മാറ്റുമ്പോൾ സാത്താൻ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ അപ്പോൾ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു മരിയൻ യുദ്ധം എന്നാണ് വിളിക്കുന്നത്. ആത്മീയ ജീവിതത്തിലെ മരിയൻ യുദ്ധം. ദൈവം സാത്താനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഉപകരണമാണ് മരിയൻ. അത് ഉണ്ടാക്കിയതിന് ശേഷം മനസ്സിൽ അതിൻ്റെ രൂപകൽപ്പന, അതിൻ്റെ പ്ലാൻ, അതിൻ്റെ പടം വരച്ചിട്ടതിന് ശേഷം അതിൻ്റെ ദൈവം എന്താ പറഞ്ഞത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ്റെ കുതികാലിനെ നീ പരിക്കേൽപ്പിക്കും. അപ്പോൾ തന്നെ യുദ്ധം കുറിച്ചു. ദൈവം യുദ്ധം കുറിക്കണത് തിന്മയെ തള്ളാൻ, സാത്താനെ പിന്തള്ളാൻ ദൈവം യുദ്ധം കുറിക്കണത് ആരിലൂടെയാണ്? മറിയത്തിലൂടെയാണ്. മരിയൻ ഉടമ്പടി ഒരു പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഇക്കാലങ്ങളിലുള്ള ഏറ്റവും വലിയ ഒരു കാഹളമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മരിയൻ യുദ്ധകാഹളമാണ്. തിന്മയെ പുറന്തള്ളാനുള്ള ദൈവകൽപ്പിതമായ, ദൈവനിശ്ചയപ്രകാരമുള്ള, ദൈവ പദ്ധതി പ്രകാരമുള്ള നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഉൽപ്പത്തി 3:15 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 3:15. നീയും സ്ത്രീയും തമ്മിലും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. ഇതാണ് സംഭവം. അവൻ നിന്റെ തല തകർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മളോട് തിന്മയെ ചെയ്യാതെ നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പറയാനുള്ള ഒരു അസഭ്യം പറയാതെ നമ്മൾ നീട്ടിക്കൊണ്ട് പോകുമ്പോഴേ അത് പിന്നീട് ചിലപ്പോൾ ഇല്ലാതെ നമ്മൾ ഒരിക്കലും പറഞ്ഞില്ലെന്ന് വരും. അപ്പോഴൊക്കെ തല കറക്കണം, നമ്മളിലൂടെ തല കറക്കണത് ആരാണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ തല തകർക്കുകയാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യണത് അതാണ്. ആ ഉടമ്പടിയിലെ ഏറ്റവും വലിയ വിഷയം എന്താണ്? നമ്മുടെ വിശുദ്ധീകരണം തന്നെയാണ്. ഉടമ്പടി ആദ്യം വെളിപ്പെടുത്തുന്ന കാലത്ത് ദൈവം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെയാണ് അടയാളങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. എൻ്റെ കയ്യിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങളാണ്. അതേസമയം വിജയകുമാരൻ്റെ കയ്യിൽ കൊടുത്ത എല്ലാം പാപങ്ങളാണ്. തമ്മിൽ കൂട്ടിവെച്ച നിമിഷങ്ങളാണ്. ഉടമ്പടിയാണ് നമ്മൾ പറഞ്ഞത് ആത്മാവിൻ്റെ അഭിഷേകത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് സാത്താനെ പിന്തള്ളുക. സാത്താനെ പിന്തള്ളുക എന്ന് പറയുമ്പോൾ അത് ഉൽപ്പത്തി 3:15 പ്രകാരമുള്ള പിന്തള്ളലാണ്. അത് മരിയൻ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. മരിയൻ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിൻ്റെ വിജയമാണ്. കൈയ്യടി കർത്താവ് ആരാധന.